അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ DSF-നെ കുറിച്ച് പറയുകയാണ്. 20 വർഷത്തിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കാണ്, പൊടിക്കുകയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് റിപ്പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലേസർ ഷോ ഒക്കെ നടന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. എവിടെ നമുക്ക് നോക്കാം. ദ ലേസർ ഷോ മാർക്കിംഗ് ദി ഓപ്പണിംഗ് ഓഫ് ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈസ് ബീങ് വാച്ച്ഡ് ബൈ ഷെയ്ഖ് അഹമ്മദ് ബിൻ സായിദ് Mohammed Al Abar and other dignitaries on February 15, 1996. 1996 ഒരു ഫയൽ ചിത്രം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തരുടെയും കമന്റ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The DSF have been the key driver that has moved Dubai from a destination of last prices to a destination for the world's best and finest എന്ന് പറഞ്ഞ് ഇവിടെ കമന്റ് ഉണ്ട്. വേറൊരു കമന്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഡോക്ടർ റാം ആണ്. Our total business has increased manifold, perhaps 7 times comparing to the first DSF. ആദ്യത്തെ DSF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7 times ആണ് ബിസിനസ് ഒക്കെ റേസ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കുകയാണ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ടൈം. ഇപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ നാട്ടിലുള്ളവരൊക്കെ നമുക്ക് അറിയാം, നാട്ടിൽ താമസിക്കുന്ന സമയത്ത് നാട്ടിലുള്ളവരൊക്കെ പറയും വിസിറ്റിന്റെ ഏറ്റവും പോകുന്ന സമയം, ഏറ്റവും ബെസ്റ്റ് പോകുന്ന സമയമായിരിക്കും ഈ ഒരു നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി ടൈം അല്ലെ. കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കൊണ്ട് തന്നെയാണ്. കാരണം നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഏറ്റവും പറ്റിയ സമയമാണല്ലോ. എല്ലായിടത്തും സെയിൽ തന്നെ നമുക്ക് കാണാനുള്ളൂ. അതുപോലെ തന്നെ ഒത്തിരി റാഫിൽ കൂപ്പൺസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി മേളകൾ ഇപ്പൊ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. 2 കപ്പിൾ ടിക്കറ്റ്. അപ്പൊ അതിന് പോകണമെങ്കിൽ നിങ്ങൾ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് പറയണം. വെനീസ് വിച്ച് ഡിസ്ട്രിക്ട് ഇസ് നോൺ ആസ് വെനീസ് ഓഫ് ദ ഈസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ SMS ചെയ്യുക. നമുക്ക് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഹൗസ് ബോട്ട് ഒക്കെയാണ് ഓർമ്മ വരിക. അപ്പൊ കിഴക്കിന്റെ വെനീസ് എന്ന വിശേഷണം ഏത് ജില്ലക്കാണ്, കേരളത്തിലെ ഏത് ജില്ലക്കാണ് എന്നതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ SMS-ലൂടെ അയക്കുക. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയൊരു ഇവിടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ. 145 ബില്യൺ ദിർഹംസ് ആണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബൈ 57 മില്യൺ പീപ്പിൾ ഹു വിസിറ്റഡ് ദുബായ് ഡ്യൂറിംഗ് ദ DSF ഇൻ ദ ലാസ്റ്റ് 20 ഇയേഴ്സ്. കഴിഞ്ഞ 20 വർഷത്തിലുള്ള കണക്കാട്ടോ. 145 ബില്യൺ ദിർഹംസ്. ഒക്കെ എന്തൊരു വലിയ എമൗണ്ട് ആണ്. എന്തൊക്കെയായാലും ദാറ്റ്സ് ഓൾ ഒരു കൗതുക വാർത്തയായിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം കാണാം. നിങ്ങൾ ഈ പറയുന്ന SMS ചെയ്യാൻ ഞങ്ങൾ വിജയികളെ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് പോലെ ഞങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ആ സമയത്ത് ഫോൺ എൻഗേജ്ഡ് ആക്കാതിരിക്കുക. നിങ്ങൾ വിളിച്ചിട്ട് കിട്ടാൻ ഞങ്ങൾ ആ സമയത്തായിരിക്കും വിളിക്കുന്നത്. ഒരു 10 മിനിറ്റ് കൂടി സമയം നല്ലൊരു ഫോട്ടോ സഹിതം നാഷണൽ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ഡാൻസ് marked the opening last night of Miraj and Islamic Art Center in Abu Dhabi എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ട്രഡീഷണൽ അല്ലേ, നല്ലൊരു ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു പോലീസ് ഐ ഹാവ് ലോസ്റ്റ് മൈ വൈഫ് ഇൻ ദ മാൾ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. ദുബായ് ഇഫ് ഇറ്റ് ഈസ് ആൻ എമർജൻസി കോൾ 999 ബട്ട് സം കോളേഴ്സ് ടു ദുബായ് പോലീസ് ഹാവ് ദെയർ ഓൺ ഐഡിയാസ് അബൌട്ട് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ എമർജൻസി. ഓഫീസേഴ്സ് ഹാവ് ബീൻ ആസ്ക്ഡ് ഫോർ ദ ഫോൺ നമ്പർ ഓഫ് എ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഫോർ റോഡ് ഡയറക്ഷൻസ് ആൻഡ് ഫോർ ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് എ വെഹിക്കിൾ ഇൻ എ ഷോപ്പിംഗ് മാൾ കാർ പാർക്ക്. ഇതിൽ പറയുന്നത് ഇതുപോലെ പോലീസ് പിന്നെ ഒരിക്കലും ദുബായ് പോലീസ് 999 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഒരാൾ ഇതിലേക്ക് വിളിച്ചിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അദ്ദേഹത്തിൻ്റെ. വി വൺസ് റിസീവ്ഡ് എ ഫോൺ കോൾ ഫ്രം എ മാൻ ഹു ലോസ്റ്റ് ഹിസ് വൈഫ് അറ്റ് ദ മാൾ. മോള് വൈഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് മോളൊരു ഫോൺ കോൾ വന്നു. വി കോൺടാക്റ്റഡ് മോൾ സെക്യൂരിറ്റി ആൻഡ് ഷി വാസ് എവൻച്വലി ഫൗണ്ട് ഷോപ്പിംഗ് ഇൻ വൺ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ്. അതായത് അവർ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കോൾ വന്ന് തുടർന്ന് എൻ്റെ വൈഫിനെ കാണുന്നില്ല മോളിൽ. എന്തൊക്കെ കേസ് നമ്മൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ. അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും 999 വിളിച്ചിട്ടുണ്ടെങ്കിൽ പല ഇതുണ്ട്. പക്ഷെ നമ്മൾ നമ്പർ പോലെ തന്നെയാണ്. സോ അതിൽ കിട്ടുന്ന വൺ ഓഫ് ദ ലേമസ്റ്റ് പെട്ടെന്ന് തന്നെ പോലീസിന്റെ ആക്ഷൻ ഉണ്ടാവും. ഇതിലേക്ക് വിളിച്ച് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. കംപ്ലൈന്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോ കേട്ടത്. അതുപോലെ തന്നെ നമ്മളിപ്പോ പറഞ്ഞിരുന്നു മിസ് യൂണിവേഴ്സിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ദാറ്റു 63ാമത്തെ മിസ് യൂണിവേഴ്സ് കിരീടം നേടിയ പെൺകുട്ടിയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസ് കൊളംബിയ ആയിരുന്നു പുള്ളിക്കാരി. You can see the picture here. Miss Colombia Paulina Vega is crowned Miss Universe 2014 during the 63rd annual Miss Universe pageant at Florida International University in Miami, Florida. എന്ന് പറയുന്ന ന്യൂസ്. Anyways, congratulations to the winner. മിസ് കൊളംബിയ ആയിരുന്നു പറഞ്ഞത്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് അധികം പത്രങ്ങളൊന്നുമില്ല. പത്രവിശേഷങ്ങൾ മെയിൻ ആയിട്ട് ഇതൊക്കെ തന്നെയുള്ളൂ. ഇവിടെ നിന്നുള്ള ന്യൂസും കുറവാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഡേക്ക് ആഘോഷിച്ച ഒരു ഫോട്ടോസ് ഉണ്ടായിരുന്നു കുട്ടികളുടെ. അതും കൂടി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ SMS ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമുള്ളൂ. ഇപ്പം 9:43 അല്ലേ, കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇല്ല, 5 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് SMS ചെയ്യാം. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മള് റിപ്പബ്ലിക് ഡേ മിക്ക സ്കൂളുകൾ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എൻ്റെ പേജ് ഫുൾ ഓഫ് ആഘോഷങ്ങളാണ്. ലേബർ ക്യാമ്പിൽ നടത്തിയ ആഘോഷങ്ങളൊക്കെ ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. You can see this is the year of hope. Indian stole. India celebrates 66th Republic Day. Flags hoisted at Abu Dhabi and Dubai missions. ഇതെല്ലാം കുട്ടികളൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ഫോട്ടോസ് കാണാം.
ടുവേർഡ്സ് ഡൗൺ നമ്മളോട് ഒരു you can see വർക്കേഴ്സ് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ ഉണ്ട് ദി എംബസി ഓഫ് ഇന്ത്യ ഇൻ അബുദാബിയിൽ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് ചുറ്റും നടന്നത്. അതൊക്കെ ക്രിസ്പായിട്ട് ഒന്ന് വായിക്കുക. അബുദാബിയിലെ ദുബായിലെ ന്യൂസ് ആണ്. ദി ഓവർ 2 million strong Indian community across the UAE on Monday celebrated their country's 66th Republic Day to honor the day the country's constitution came into force in 1950. 66ാമത്തെ റിപ്പബ്ലിക് ഡേയുടെ സെലിബ്രേഷനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതിന് കൂടെ തന്നെ ഇവിടെ ഒരു നമ്മുടെ നോട്ടീസിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊട്ടക്ട് വുമൻ ഫ്രം വയലൻസ് ഹോണർ ദം. നല്ലൊരു കാര്യം. നമുക്ക് വാർത്തയിലേക്ക് ഒന്ന് പോകാം. ദുബായ് ഇന്ത്യൻ ഗേൾസ് ആസ് യങ് ആസ് 12 and 13 demanded safety for women in India during their country's 66th Republic Day celebrations in Dubai. A highlight of the students' performances held at the Indian High School on Monday was a power-packed presentation by girls of grades 7 and 8 which called for unity for crimes against women. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്ന ഓരോരോ പ്രശ്നങ്ങൾക്കെതിരെ അതിനെ ഒന്ന് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവിടെ ഒരു വലിയൊരു ഷോ കാഴ്ചവെച്ചെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഹൈസ്കൂളിലെ കുട്ടികളാണ് 7ാം ക്ലാസ്സിൽ 8ലെയും കുട്ടികളാണ് കാഴ്ചവെച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു വാർത്തയാണ്. ലൈക്ക് വൈസ് എല്ലാ ക്ലാസ്സുകളിലെയും പല പല ന്യൂസ് ഉണ്ട്, പല പല കോളർ ഉണ്ട്. ഹലോ ഹലോ ഇല്ല, നമുക്ക് കോളർ ഇല്ല. അപ്പൊ എന്തായാലും സമയം പെട്ടെന്ന് കഴിയാറായിരിക്കുന്നു അല്ലെ? അതെ, കഴിയാറായിരിക്കും. നമുക്ക് ഒരു സോങ് കൂടി, നല്ലൊരു സോങ്, പെട്ടെന്ന് നല്ലൊരു പാട്ടും കൂടി കാണും. അതിനുശേഷം നമ്മൾ നമ്മുടെ വിന്നറിനൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് SMS ചെയ്യാം. നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മളുടെ കിഴക്കിന്റെ വെനീസ് എന്ന വിശേഷണം നമ്മളെ കേരളത്തിലെ ഏത് ജില്ലക്കാണ് എന്നതാണ്. ഇവിടെ കുറെ ക്ലൂ നമ്മൾ തന്നിരുന്നു. നമ്മുടെ പറയുമ്പോ ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. ഹൗസ് ബോട്ടൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അവിടെ ബീച്ച് ഉണ്ട്, പാർക്ക് ഉണ്ട്, അവിടെ കനാൽസ് ഉണ്ട്. എന്തായാലും ഷാരു ഒരുപാട് പറയും. ഇത്രയൊക്കെ ക്ലൂ വരാൻ പറ്റുള്ളൂ. ഇനി പ്രോ ക്യാൻസർ സൈക്കിളും അത് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് കറക്റ്റ് ആണ്, എത്രയും പെട്ടെന്ന് അയക്കാം. ബട്ട് ബിഫോർ ഗോയിങ് ടു ദ സോങ്, ഹലോ 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 കേക്കാവോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ പോയോ? ഓക്കെ, ഡിസ്കണക്ട് ആയി. അതെ, അപ്പൊ നമുക്ക് എന്തായാലും നല്ലൊരു സോങ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന്